ശാന്തി 15-12-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ ആത്മീയ പിതാവിലൂടെ ആത്മീയ ഡ്രിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഡ്രില്ലിലൂടെ നിങ്ങൾ മുക്തിധാമിലേക്ക് അഥവാ ശാന്തിധാമത്തിലേക്ക് പോകും. ചോദ്യം: ബാബ കുട്ടികളെ പുരുഷാർത്ഥം ചെയ്യിക്കുന്നുണ്ട്. എന്നാൽ കുട്ടികൾ ഏതു കാര്യത്തിൽ വളരെയധികം സ്ട്രിക്റ്റ് ആയിരിക്കേണ്ടതുണ്ട്? ഉത്തരം: പഴയ ലോകത്തിന് തീ പിടിക്കുന്നതിന് മുമ്പ് തയ്യാറാകണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയുടെ ഓർമ്മയിലിരുന്ന് ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് നേടുന്നതിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. തോറ്റവരാകരുത്. ഏതുപോലെ ആ സ്റ്റുഡൻസ് തോൽക്കുമ്പോൾ പശ്ചാത്തപിക്കുന്നു, നമ്മുടെ വർഷം വെറുതെ പോയി എന്ന് മനസ്സിലാക്കുന്നു. ചിലർ പറയുന്നു, പഠിച്ചില്ലെങ്കിൽ എന്താ? എന്നാൽ നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. ടീച്ചർ ടു ലേറ്റ് ആയി എന്ന് പറയരുത്. ഓം ശാന്തി. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പാഠശാലയിൽ ഡയറക്ഷൻ നൽകുന്നു അഥവാ കുട്ടികളെ ഡ്രിൽ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നു. ടീച്ചേഴ്സ് ഡയറക്ഷൻ നൽകുന്നു അഥവാ ഡ്രിൽ പഠിപ്പിക്കുന്നു എന്നതുപോലെ ഈ ആത്മീയ പിതാവും കുട്ടികളോട് ഡയറക്റ്റായി പറയുന്നു. എന്തു പറയുന്നു? മന്മനാഭവ. അവർ പറയുന്നു, അറ്റൻഷൻ പ്ലീസ്. ബാബ പറയുന്നു, മന്മനാഭവ. ഇത് ഓരോരുത്തരും തൻ്റെ മേൽ ദയവ് കാണിക്കുന്നത് പോലെയാണ്. ബാബ പറയുന്നു, കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ, അശരീരിയാകൂ. ഈ ആത്മീയ ഡ്രിൽ ആത്മാക്കളെ ആത്മീയ പിതാവ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ ഒന്ന് സുപ്രീം ടീച്ചറാണ്. നിങ്ങൾ സഹ അധ്യാപകരാണ്. നിങ്ങളും സർവരോടും പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ, ബാബയെ ഓർമ്മിക്കൂ, ദേഹി അഭിമാനി ഭവ. മന്മനാഭവയുടെ അർത്ഥവും ഇത് തന്നെയാണ്. കുട്ടികളുടെ മംഗളത്തിന് വേണ്ടി ഡയറക്ഷൻ നൽകുന്നു. സ്വയം ആരിൽ നിന്നും പഠിച്ചിട്ടില്ല. മറ്റെല്ലാ ടീച്ചേഴ്സും സ്വയം പഠിച്ച ശേഷം പിന്നെ പഠിപ്പിക്കുന്നു. ഈ ഒന്നാണെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ നിന്നോ മറ്റോ പഠിച്ചതല്ല. ഈ ഒന്ന് കേവലം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പറയുന്നു, ഞാൻ ആത്മാക്കളായ നിങ്ങളെ ആത്മീയ ഡ്രിൽ പഠിപ്പിക്കുന്നു. അവരെല്ലാം ശാരീരിക കുട്ടികളെ ശാരീരിക ഡ്രിൽ പഠിപ്പിക്കുന്നു. അവർക്കാകട്ടെ ഡ്രില്ലും മറ്റും ശരീരം കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിലാണെങ്കിൽ ശരീരത്തിൻ്റെ കാര്യമേ ഇല്ല. ബാബ പറയുന്നു, എനിക്ക് ഒരു ശരീരമില്ല. ഞാനാണെങ്കിൽ ഡ്രിൽ പഠിപ്പിക്കുന്നു, ഡയറക്ഷൻ നൽകുന്നു. ആ ഒന്നിൽ ഡ്രിൽ അഭ്യസിപ്പിക്കാനുള്ള പാർട്ട് ഡ്രാമ പ്ലാൻ അനുസരിച്ച് അടങ്ങിയിരിക്കുന്നു. സർവീസ് അടങ്ങിയിരിക്കുന്നു. വരുന്നത് തന്നെ ഡ്രിൽ പഠിപ്പിക്കുവാനാണ്. നിങ്ങൾക്ക് തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം ആകേണ്ടതുണ്ട്. ഇതാണെങ്കിൽ വളരെ സഹജമാണ്. ഏണിപ്പടി ബുദ്ധിയിലുണ്ട്. എങ്ങനെയാണ് 84ന്റെ ചക്രം കറങ്ങി താഴെ ഇറങ്ങുന്നത്? ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾക്ക് തിരികെ പോകേണ്ടതുണ്ട്. മറ്റാരും തൻ്റെ ഫോളോവേഴ്സിനോടോ സ്റ്റുഡൻസിനോടോ, ഹേ ആത്മീയ കുട്ടികളെ, ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട് എന്ന് പറയുകയില്ല. ആത്മീയ പിതാവിനല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകണം. ഈ ലോകം തന്നെ ഇപ്പോൾ തമോ പ്രധാനമാണ്. നമ്മൾ സദോ പ്രധാന ലോകത്തിൻ്റെ അധികാരിയായിരുന്നു. പിന്നെ 84ന്റെ ചക്രം കറങ്ങി തമോ പ്രധാന ലോകത്തിൻ്റെ അധികാരിയായിരിക്കുന്നു. ഇവിടെ ദുഃഖം തന്നെ ദുഃഖമാണ്. ബാബയെ പറയുന്നു, ദുഃഖം ഹരിച്ച് സുഖം ഉണ്ടാക്കുന്നവൻ.
അതായത് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാക്കുന്നവൻ ഒരേ ഒരു ബാബയാണ്. കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ വളരെയധികം സുഖം അനുഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് രാജ്യം ഭരിച്ചത് എന്നത് ഓർമ്മയില്ല. എന്നാൽ എയിം ഓബ്ജക്റ്റ് മുന്നിലുണ്ട്. അത് പുഷ്പങ്ങളുടെ പൂന്തോട്ടമാണ്. ഇപ്പോൾ നമ്മൾ മുള്ളിൽ നിന്നും പുഷ്പമായി കൊണ്ടിരിക്കുന്നു. എങ്ങനെ നിശ്ചയമുണ്ടാക്കട്ടെ എന്ന് നിങ്ങൾ പറയില്ല. അഥവാ സംശയമുണ്ടെങ്കിൽ വിനശന്തി. സ്കൂളിൽ നിന്നും പാദം മാറ്റിക്കളഞ്ഞു എങ്കിൽ പഠനം നിലച്ചു പോകും. പദവിയും വിനശന്തിയാകും. വളരെ നഷ്ടമുണ്ടാകുന്നു. പ്രജയിലും കുറഞ്ഞ പദവി ആയി പോകും. മുഖ്യമായ കാര്യം തന്നെ സതോ പ്രധാനമായ പൂജ്യ ദേവി ദേവതയാവുക എന്നതാണ്. ഇപ്പോഴാണെങ്കിൽ ദേവതയല്ലല്ലോ. ബ്രാഹ്മണരായ നിങ്ങൾക്ക് വിവേകം വന്നു കഴിഞ്ഞു. ബ്രാഹ്മണർ തന്നെയാണ് വന്ന് ബാബയിൽ നിന്നും ഈ ഡ്രിൽ പഠിക്കുന്നത്. ഉള്ളിൽ സന്തോഷവും ഉണ്ടാകുന്നു. ഈ പഠനം വളരെ നല്ലതായി തോന്നുന്നുവല്ലോ. ഭഗവാൻ ഉവാച്ചയാണ്, അവർ ശ്രീകൃഷ്ണന്റെ നാമം വെച്ചു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നു, ശ്രീകൃഷ്ണൻ ഈ ഡ്രിൽ പഠിപ്പിച്ചിട്ടില്ല. ഇതാകട്ടെ ബാബയാണ് പഠിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ആത്മാവ് ഭിന്ന നാമരൂപങ്ങൾ ധാരണ ചെയ്ത് തമോ പ്രധാനം ആയിരിക്കുന്നു. കൃഷ്ണനെയും പഠിപ്പിക്കുകയാണ്. സ്വയം പഠിക്കുന്നില്ല. മറ്റുള്ളവരെല്ലാം തന്നെ ആരിൽ നിന്നെങ്കിലും തീർച്ചയായും പഠിക്കുന്നു. ഇത് പഠിപ്പിക്കുന്ന ആത്മീയ പിതാവാണ്. നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്ത് പതീതമായിരിക്കുന്നു. ഇപ്പോൾ പിന്നെ പാവനമാകേണ്ടതുണ്ട്. അതിനുവേണ്ടി ആത്മീയ പിതാവിനെ ഓർമ്മിക്കണം. ഭക്തിമാർഗത്തിൽ നിങ്ങൾ പാടി വന്നു, ഹേ പതീത പാവന. ഇപ്പോൾ നിങ്ങൾ എവിടെയും പോയി നോക്കൂ. നിങ്ങൾ രാജ ഋഷിയാണല്ലോ. എവിടെയും ചുറ്റിക്കറങ്ങുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു ബന്ധനവുമില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഈ നിശ്ചയമുണ്ട്, പരിധിയില്ലാത്ത ബാബ സർവീസിനായി വന്നിരിക്കുന്നു. പിതാവ് കുട്ടികളിൽ നിന്നും പഠനത്തിന്റെ ഫീസ് എങ്ങനെ വാങ്ങും? ടീച്ചറിനും കുട്ടികൾ ഉണ്ടായിരിക്കുമ്പോൾ ഫ്രീ ആയിട്ടായിരിക്കുമല്ലോ പഠിപ്പിക്കുക. ഈ ഒന്നും ഫ്രീ ആയി പഠിപ്പിക്കുന്നു. നമ്മൾ ചിലതൊക്കെ നൽകുന്നു എന്ന് മനസ്സിലാക്കരുത്. ഇത് ഫീസല്ല. നിങ്ങൾ നൽകുന്നത് ഒന്നും തന്നെയല്ല. ഇതാണെങ്കിൽ റിട്ടേണായി വളരെയധികം വാങ്ങുകയാണ് ചെയ്യുന്നത്. മനുഷ്യർ ദാനപുണ്യങ്ങൾ ചെയ്യുമ്പോൾ റിട്ടേണായി നമുക്ക് അടുത്ത ജന്മത്തിൽ ലഭിക്കും എന്ന് മനസ്സിലാക്കുന്നു. അത് അല്പകാലത്തെ ക്ഷണഭംഗുരമായ സുഖം ലഭിക്കുന്നു. അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ അത് താഴേക്കിറങ്ങുന്ന ജന്മത്തിലാണ് ലഭിക്കുന്നത്. പടികൾ ഇറങ്ങി വരികയാണല്ലോ. ഇപ്പോൾ എന്തെല്ലാം നിങ്ങൾ ചെയ്യുന്നുവോ അത് കയറുന്ന കലയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നുവല്ലോ. ആത്മാവിന് കർമ്മത്തിന്റെ ഫലം ലഭിക്കുന്നു. ഈ ലക്ഷ്മി നാരായണനും കർമ്മങ്ങളുടെ ഫലം ലഭിച്ചുവല്ലോ. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത ഫലം ലഭിക്കുന്നു. ആ ലഭിക്കുന്നത് ഇൻഡയറക്റ്റ് ആണ്. ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കൽപ്പത്തിന് ശേഷം വന്ന് ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്തെടുക്കും. ബാബ നമുക്ക് വേണ്ടിയിരുന്ന് സ്കൂൾ ഉണ്ടാക്കുന്നു. ആ ഗവൺമെന്റിൻ്റേത് ഭൗതികമായ സ്കൂളാണ്. അതിൽ ഭിന്ന ഭിന്ന പ്രകാരത്തിൽ പകുതി കൽപ്പം പഠിച്ചു വന്നു. ഇപ്പോൾ ബാബ 21 ജന്മങ്ങളിലേക്കായി സർവ ദുഃഖങ്ങളും ദൂരെയാക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുന്നു. അവിടെയാണെങ്കിൽ രാജധാനിയാണ്. അതിൽ നമ്പർ വാറായി വരിക തന്നെ ചെയ്യും. ഇവിടെയും രാജാവും റാണിയും മന്ത്രിയും പ്രജയും മറ്റുമെല്ലാം നമ്പർ വാറാണല്ലോ. ഇത് പഴയ ലോകത്തിലാണ്. പുതിയ ലോകത്തിലാണെങ്കിൽ വളരെ കുറച്ചു പേരായിരിക്കും ഉണ്ടായിരിക്കുക.
അവിടെ വളരെയധികം സുഖമുണ്ടാകും. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. രാജാക്കന്മാരും മഹാരാജാക്കന്മാരും ജീവിച്ചു പോയി. അവർ എത്ര സന്തോഷങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ ബാബ പറയുന്നു, അവർക്കാണെങ്കിൽ പിന്നെ താഴെ വീഴുക തന്നെ വേണം. എല്ലാവരും വീഴുന്നുവല്ലോ. ദേവതമാരുടെയും കലകൾ പതുക്കെ പതുക്കെ ഇറങ്ങുന്നു. എന്നാൽ അവിടെ രാവണ രാജ്യമേയില്ല. അതിനാൽ സുഖം തന്നെ സുഖമാണ്. ഇവിടെയാണ് രാവണ രാജ്യം. നിങ്ങൾ കയറുന്നത് പോലെ വീഴുകയും ചെയ്യുന്നു. ആത്മാക്കളും നാമരൂപങ്ങൾ ധാരണ ചെയ്ത് താഴെ ഇറങ്ങി വന്നിരിക്കുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ വീണ് തമോ പ്രധാനമായിരിക്കുന്നു. കാമചിതയിൽ കയറുന്നതിലൂടെയാണ് ദുഃഖം ആരംഭിക്കുന്നത്. ഇപ്പോഴാകട്ടെ അതിദുഃഖമാണ്. അവിടെ പിന്നെ അതിസുഖമുണ്ടാകും. നിങ്ങൾ രാജഋഷിയാണ്. അവരുടേത് ഹഠയോഗമാണ്. രചയിതാവിൻ്റെയും രചനയുടെയും ആദിമധ്യ അന്ത്യത്തെ അറിയാമോ എന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കൂ. അപ്പോൾ ഇല്ല എന്ന് പറയും. അറിയാവുന്നതായിരിക്കും ചോദിക്കുക. സ്വയമേ അറിയുന്നില്ല എങ്കിൽ എങ്ങനെ ചോദിക്കുവാൻ സാധിക്കും? നിങ്ങൾക്കറിയാം, ഋഷി മുനിമാരും മറ്റും ത്രികാലദർശികൾ ആയിരുന്നില്ല. ബാബ നമ്മെ ത്രികാലദർശി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ബാബ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ഇദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായിരുന്നില്ല. ഈ ജന്മത്തിലും 60 വർഷം വരെയും ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ബാബ വന്നിരിക്കുകയാണ് എങ്കിലും പതുക്കെ പതുക്കെയാണ് ഇതെല്ലാം കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിശ്ചയബുദ്ധിയായി മാറുന്നു എങ്കിലും മായ വളരെ പേരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. പേര് കേൾപ്പിക്കുവാനാകില്ല. ഇല്ലെങ്കിൽ പ്രതീക്ഷയറ്റവർ ആയി പോകും. സമാചാരം വരുന്നുണ്ടല്ലോ. മോശമായ കൂട്ടുകെട്ട് ബാധിച്ചു. പുതിയതായി വിവാഹം ചെയ്തവരുടെ കൂട്ടുകെട്ടുണ്ടായി. ചഞ്ചലത ഉണ്ടായി. നമുക്കും വിവാഹം കഴിക്കാതിരിക്കുവാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ശരി, ദിവസവും വരുന്ന മഹാരഥി ഇവിടെ നിന്നും പലതവണ പുറത്തുപോയി ആ മഹാരഥിയെയും മായയാകുന്ന മുതല വന്ന് പിടികൂടി. ഇങ്ങനെ വളരെയധികം കേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടില്ല. മായ വായ്ക്കുള്ളിലാക്കി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീയാകുന്ന മായ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. മുതലയുടെ വായിൽ വീണ് കിടക്കുകയാണ്. പിന്നെ പതുക്കെ പതുക്കെ വിഴുങ്ങും. ചിലർ അലംഭാവം കാണിക്കുന്നു, അല്ലെങ്കിൽ കാണുമ്പോൾ ചഞ്ചലത ഉണ്ടാകുന്നു. നമ്മൾ മുകളിൽ നിന്നും പൂർണ്ണമായും താഴെ കുഴിയിൽ വീണ് കിടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പറയും, കുട്ടി വളരെ നല്ലതായിരുന്നു, പാവം, ഇപ്പോൾ പോയി. വിവാഹ നിശ്ചയം നടന്നു, ഇന്നയാൾ മരിച്ചു. ബാബയാണെങ്കിൽ കുട്ടികൾക്ക് സദാ എഴുതുന്നു, ജീവനോടെ ഇരിക്കൂ. മായയുടെ യുദ്ധം എവിടെയും ശക്തമായി ഉണ്ടാകാതിരിക്കട്ടെ. ശാസ്ത്രങ്ങളിലും ഈ കാര്യങ്ങൾ കുറച്ചൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴുള്ള ഈ കാര്യങ്ങൾ പിന്നീട് പാടപ്പെടും. അപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. എവിടെയും മായയാകുന്ന മുതല വിഴുങ്ങിക്കളയരുത്. പല രീതിയിൽ മായ പിടികൂടുന്നു. മുഖ്യമായത് കാമമാകുന്ന മഹാശത്രുവാണ്. ഇതിൽ നിന്നും വളരെയധികം സംരക്ഷിക്കണം. പതീത ലോകം എങ്ങനെ പാവന ലോകം ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കുഴങ്ങിപ്പോകുന്നതിൻ്റെ കാര്യമേ ഇല്ല. കേവലം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സർവ ദുഃഖവും ദൂരെയാകുന്നു. ബാബ തന്നെയാണ് പതീത പാവനൻ. ഇതാണ് യോഗബലം. ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം വളരെ പ്രസിദ്ധമാണ്. ക്രൈസ്റ്റിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് പാരഡൈസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായും മറ്റൊരു ധർമ്മവും ഉണ്ടായിരിക്കില്ല. എത്ര സഹജമായ കാര്യമാണ്, പക്ഷേ മനസ്സിലാക്കുന്നില്ല.
ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ രാജ്യം വീണ്ടും സ്ഥാപിക്കുന്നതിന് വേണ്ടി ബാബ വന്നിരിക്കുന്നു. 5000 വർഷം മുമ്പും ശിവ് ബാബ വന്നിരുന്നു. തീർച്ചയായും ഇതേ ജ്ഞാനം നൽകിയിട്ടുണ്ടാകും. ഏതുപോലെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ സ്വയം പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ സംഗമത്തിൽ സാധാരണ ശരീരത്തിൽ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. നിങ്ങൾ രാജ ഋഷിയാണ്, മുൻപ് ആയിരുന്നില്ല. ബാബ വന്നിരിക്കുകയാണ്. അപ്പോൾ മുതൽ ബാബയുടെ അടുക്കൽ ഇരിക്കുന്നു, പഠിക്കുകയും ചെയ്യുന്നു, സർവീസും ചെയ്യുന്നു. സ്ഥൂല സർവീസും സൂക്ഷ്മ സർവീസും. ഭക്തിമാർഗത്തിലും സർവീസ് ചെയ്യുന്നു. എങ്കിലും വീടും കുടുംബവും സംരക്ഷിക്കുന്നു. ബാബ പറയുന്നു, ഇപ്പോൾ ഭക്തി പൂർത്തിയായിരിക്കുന്നു, ജ്ഞാനം ആരംഭിക്കുന്നു. ഞാൻ വരുന്നത് ജ്ഞാനത്തിലൂടെ സദ്ഗതി നൽകുവാനാണ്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മളെ ബാബ പാവനമാക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഡ്രാമ അനുസരിച്ച് നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുവാൻ വന്നിരിക്കുകയാണ്. ടീച്ചർ പഠിപ്പിക്കുന്നു. എയിം ഓബ്ജക്റ്റ് മുന്നിലുണ്ട്. ഇതാണ് ഉയർന്നതിലും ഉയർന്ന പഠനം. എങ്ങനെയാണോ കഴിഞ്ഞ കൽപ്പത്തിൽ മനസ്സിലാക്കിച്ചു തന്നിരുന്നത്, അത് തന്നെ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഡ്രാമയുടെ നിമിഷങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ബൈ സെക്കൻഡ് എന്താണോ കഴിഞ്ഞുപോയത്, അത് വീണ്ടും 5000 വർഷത്തിനു ശേഷം ആവർത്തിക്കപ്പെടും. ദിവസങ്ങൾ കടന്നു പോകുന്നു. ഈ ചിന്ത മറ്റാരുടെയും ബുദ്ധിയിലില്ല. സത്യയുഗം, ത്രേത, ദ്വാപര, കലിയുഗം കടന്നുപോയി. അത് റിപ്പീറ്റ് ആകും. കഴിഞ്ഞുപോയതും കഴിഞ്ഞ കൽപ്പത്തിൽ കഴിഞ്ഞുപോയത് തന്നെയായിരുന്നു. ബാക്കി കുറച്ച് ദിവസങ്ങളാണുള്ളത്. അവർ 1,00,000 വർഷങ്ങൾ എന്ന് പറയുന്നു. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പറയും, ബാക്കി കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. ഇതും ഡ്രാമയിൽ അടങ്ങിയിരിക്കുന്നു. എപ്പോഴാണോ തീ പിടിക്കുന്നത് അപ്പോൾ പോകും. പിന്നീട് ടു ലേറ്റ് ആകുന്നു. ബാബ പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. തയ്യാറായിരിക്കൂ. ടു ലേറ്റ് എന്ന് ടീച്ചറിന് പറയേണ്ടി വരരുത്. തോറ്റുപോകുന്നവർ വളരെയധികം പശ്ചാത്തപിക്കുന്നു. നമ്മുടെ വർഷം വെറുതെ പോകും എന്ന് മനസ്സിലാക്കുന്നു. ചിലർ പിന്നെ പറയുന്നു, പഠിച്ചില്ലെങ്കിൽ എന്താ? കുട്ടികളായ നിങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്തെടുക്കും. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇതിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്നു എങ്കിൽ ബാബയോട് ചോദിക്കാം. ഇതാണ് മുഖ്യമായ കാര്യം. ബാബ ഇന്നേക്ക് 5000 വർഷം മുമ്പും പറഞ്ഞിരുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. പതീത പാവനൻ ഞാനാകുന്നു. സർവരുടെയും പിതാവ് ഞാനാകുന്നു. കൃഷ്ണനാകട്ടെ സർവരുടെയും പിതാവല്ല. നിങ്ങൾക്ക് ശിവന്റെയും കൃഷ്ണന്റെയും പൂജാരിമാർക്ക് ഈ ജ്ഞാനം കേൾപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. ആത്മാവ് പൂജ്യമായിട്ടില്ല എങ്കിൽ നിങ്ങൾ എത്ര തന്നെ പരിശ്രമിച്ചാലും മനസ്സിലാക്കുകയില്ല. ഇപ്പോൾ നാസ്തികരാകുന്നു. ഒരുപക്ഷെ മുന്നോട്ട് പോകവേ ആസ്തികരായേക്കാം. വിവാഹം ചെയ്ത് വീഴുന്നു എന്ന് വിചാരിക്കുക. പിന്നെ പോയി ജ്ഞാനമെടുക്കും. പക്ഷേ സമ്പത്ത് വളരെ കുറഞ്ഞു പോകും. കാരണം ബുദ്ധിയിൽ മറ്റൊരാളുടെ ഓർമ്മ വന്നിരിക്കുന്നു. അത് മാറ്റുന്നതിൽ വളരെ പ്രയാസമുണ്ടാകുന്നു. ആദ്യം സ്ത്രീയുടെ ഓർമ്മയും പിന്നെ കുട്ടികളുടെ ഓർമ്മയും വരും. കുട്ടികളെക്കാൾ സ്ത്രീയായിരിക്കും കൂടുതൽ വലിക്കുന്നത്. കാരണം വളരെ സമയമായുള്ള ഓർമ്മയാണല്ലോ. കുട്ടികൾ പിന്നീടാണ് ഉണ്ടാകുന്നത്. പിന്നെ ബന്ധുമിത്രാദികളുടെയും അമ്മായി അച്ഛൻ്റെ വീടിൻ്റെയും ഓർമ്മ വരുന്നു. ആദ്യം വളരെയധികം സമയം കൂട്ടുതന്ന സ്ത്രീയുടേതായിരിക്കും. ഇതും അങ്ങനെ തന്നെ. നിങ്ങൾ പറയും, നമ്മൾ വളരെയധികം സമയം ദേവതമാരുടെ കൂടെയായിരുന്നു. ശിവ് ബാബയുടെ കൂടെ
വളരെ സമയമായി സ്നേഹമുണ്ട് എന്ന് പറയും. ആ ഒന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പും നമ്മളെ പാവനമാക്കി കൽപ്പകൽപ്പങ്ങളിൽ വന്ന് നമ്മളെ രക്ഷിക്കുന്നു. അതിനാലാണ് ആ ഒന്നിനെ ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്നവൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെയധികം ലൈൻ ക്ലിയർ ആയവർ ആകണം. ബാബു പറയുന്നു, ഈ കണ്ണുകളിലൂടെ എന്തെല്ലാം നിങ്ങൾ കാണുന്നുവോ അത് ശ്മശാനമാകേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. അമരലോകം വരാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ പുരുഷോത്തമർ ആകുന്നതിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് മംഗളകാരി പുരുഷോത്തമ സംഗമയുഗം. ലോകത്തിൽ എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ വന്നു കഴിഞ്ഞു. അപ്പോൾ പഴയ ലോകവും സമാപ്തമാകുവാൻ പോകുന്നു. മുന്നോട്ട് പോകവേ വളരെ പേർക്ക് ചിന്തയിൽ വരും, തീർച്ചയായും ആരോ വന്നിട്ടുണ്ടാകും, ആ ആൾ ലോകത്തെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. നിങ്ങളും എത്ര വിവേകശാലിയായിരിക്കുന്നു. ഇത് വളരെയധികം മനനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. തൻ്റെ ശ്വാസം വ്യർത്ഥമായി പാഴാക്കരുത്. നിങ്ങൾക്കറിയാം, ശ്വാസം സഫലമാകുന്നത് ജ്ഞാനത്തിലൂടെയാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മായയിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി സംഘദോഷത്തിൽ നിന്നും സ്വയം വളരെ വളരെ സൂക്ഷിക്കണം. തൻ്റെ ലൈൻ ക്ലിയർ ആക്കി വയ്ക്കണം. ശ്വാസം വ്യർത്ഥമായി പാഴാക്കരുത്. ജ്ഞാനത്തിലൂടെ സഫലമാക്കണം. എത്ര സമയം ലഭിച്ചുവോ യോഗബലം ശേഖരിക്കുന്നതിനായി ആത്മീയ ഡ്രില്ലിൻ്റെ അഭ്യാസം ചെയ്യണം. ഇപ്പോൾ ഒരു പുതിയ ബന്ധനവും ഉണ്ടാക്കരുത്. വരദാനം: ബാബയുടെ ഛത്രഛായയുടെ അനുഭവത്തിലൂടെ വിഘ്ന വിനാശകന്റെ ഡിഗ്രി നേടുന്ന അനുഭവി മൂർത്തിയായി ഭവിക്കട്ടെ. എവിടെ ബാബ കൂടെയുണ്ടോ അവിടെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഈ കൂട്ടുകെട്ടിൻ്റെ അനുഭവം തന്നെയാണ് ഛത്രഛായയായി മാറുന്നത്. ബാബ്ദാദ കുട്ടികളെ സദാ രക്ഷിക്കുക തന്നെ ചെയ്യുന്നു. പരീക്ഷ വരുന്നത് താങ്കളെ അനുഭവി ആക്കുന്നതിന് വേണ്ടിയാണ്. അതിനാൽ സദാ മനസ്സിലാക്കണം, ഈ പരീക്ഷ മുന്നോട്ടുള്ള ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ സദാകാലത്തേക്ക് വിഘ്ന വിനാശകന്റെ ഡിഗ്രിയും അനുഭവീമൂർത്തി ആകുന്നതിൻ്റെ വരദാനവും ലഭിക്കും. അഥവാ ഇപ്പോൾ ആരെങ്കിലും അല്പം ശബ്ദമുണ്ടാക്കുകയോ വിഘ്നമിടുകയോ ചെയ്താൽ പോലും പതുക്കെ പതുക്കെ തണുത്തുകൊള്ളും. സ്ലോഗൻ: ആരാണോ വേണ്ട സമയത്ത് സഹയോഗി ആകുന്നത് അവർക്ക് 1 കോടി മടങ്ങ് ഫലം ലഭിക്കുന്നു. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. ഏതുപോലെ കാണുന്നത്, കേൾക്കുന്നത്, കേൾപ്പിക്കുന്നത്, ഈ വിശേഷ കർമ്മം സഹജമായി അഭ്യാസത്തിൽ വന്നു കഴിഞ്ഞുവോ അതേപോലെ തന്നെ കർമാതീതം ആകുന്നതിൻ്റെ സ്റ്റേജ്, അതായത് കർമ്മത്തെ ഒതുക്കുവാനുള്ള ശക്തിയിലൂടെ അകർമ്മി, അതായത് കർമാതീതമായി മാറും. ഒന്നാണ് കർമ്മത്തിന് അധീനമായ സ്റ്റേജ്. രണ്ടാമത്തേതാണ് കർമാതീതം, അതായത് കർമ്മത്തിൻ്റെ അധികാരിയായ സ്റ്റേജ്. അപ്പോൾ ചെക്ക് ചെയ്യൂ, കർമ്മേന്ദ്രിയ ജീത്തും സ്വരാജ്യ അധികാരിയായ രാജാവുമായ എൻ്റെ രാജ്യകാര്യങ്ങൾ ശരിയായി നടന്നുകൊണ്ടിരിക്കുകയാണോ? ഓം ശാന്തി.
ഹൃദയേശ്വരനായ ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുമ്പോൾ പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ എത്തിച്ചേർന്ന് അനുഭവമായ സുഖശാന്തിയുടെ ദിവ്യ അനുഭൂതിയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുകയാണ്. ഈ സർവശ്രേഷ്ഠ സംഗമയുഗത്തിൽ ഈ ദിവ്യമായ അനുഭൂതികൾ നുകരുന്നതിനോടൊപ്പം വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടവും എനിക്ക് അണിയേണ്ടതുണ്ട്. സുഖശാന്തിയുടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾ, ഹേ സുഖദേവ, ഹേ ശാന്തിദേവ, സുഖത്തിൻ്റെ ശാന്തിയുടെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് വിളിക്കുന്നു. പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭൂതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഞാൻ സുഖശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളെ സ്പർശിച്ച് അവരെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ പ്രാപ്തമാക്കി അവർ സന്തോഷമുള്ളവരായി തീരട്ടെ.